ഇത് അടിപൊളി സ്ഥലത്തെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇത് നമ്മളുടെ വീടിനടുത്തുള്ള സ്രായിക്കടവ് എന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ എത്താനായി. ഇവിടെ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആൾക്കാർ വന്നിരിക്കാറുണ്ട്. ഇത്രയും ദൂരം പരന്ന് കിടക്കുന്ന വെള്ളവും അരയന്ന ബോട്ടും കയാക്കിങ്ങും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങളവിടെ എത്തുമ്പോൾ 2 അരയന്ന ബോട്ട് ആളുകളുമായിട്ട് വെള്ളത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതേ സ്ഥലം തന്നെയാണ് പച്ച പിടിച്ച് പരന്ന് കിടക്കുന്നത്. ഇത് ഞങ്ങൾ മഴയ്ക്ക് മുന്നേ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇത്രയും മനോഹരമായ ഈ പച്ചപ്പും പാടത്തിൻ്റെ ഭംഗിയും ആസ്വദിക്കാൻ ആ സമയത്തും ആളുകൾ എത്തിയിരുന്നു. സ്നേഹതീരം പദ്ധതിയുടെ ഭാഗമായാണ് ഈ കോൾ മേഖലയിൽ വിനോദസഞ്ചാരത്തിനായിട്ടുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത കടയിൽ നിന്ന് ഉപ്പിലിട്ട അരിനെല്ലിക്ക കഴിച്ചു. പിന്നെ ചായയും സമൂസയും കഴിച്ചു. എനിക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം പുറത്തുനിന്ന് കഴിക്കാനാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുന്നിട്ട് ചായ കുടിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത്രയും ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടാൽ തന്നെ നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഈ കാണുന്ന വെള്ളത്തിൽ ഒരുപാട് മീനുകളുണ്ട്. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ സൺസെറ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പുതിയ തരം ചൂണ്ട കണ്ടപ്പോൾ ഞാൻ മീൻ പിടിക്കുന്ന ചേട്ടൻ്റെ അടുത്തേക്കൊന്ന് ഇറങ്ങിച്ചെന്നു. ഈ കാണുന്ന ഭംഗി ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. മഴയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ ഒരു ഭംഗി വേറൊരു ലെവലായത്. നമ്മളിപ്പോൾ ഈ കണ്ട കയാക്കിങ്ങും അരയന്ന ബോട്ടും ഒക്കെ തൊട്ട് മുന്നേ കണ്ട പച്ച പിടിച്ച അതേ സ്ഥലത്താണ്. പിന്നെ ഇവിടെ കുതിര സവാരിയും ഉണ്ട്. ഞാൻ എന്തായാലും കുതിരേനെ പോയി ഒന്ന് തൊട്ട് നോക്കി. ഐസ്ക്രീം വണ്ടി ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. അത് ആ ചേട്ടൻ കയാക്കിങ്ങിനായി പോവുകയാണ്. ഒരു തവണ ഇതിൽ കയറിക്കഴിഞ്ഞാൽ ഒരുപാട് തവണ നമുക്കിതിൽ ചുറ്റിക്കറങ്ങാൻ പറ്റും. എല്ലാ സേഫ്റ്റി മെഷേഴ്സും പാലിച്ചുകൊണ്ടാണ് ഇവിടെ ആളുകളെ കയറ്റുന്നത്. കാരണം നല്ല ആഴമുള്ള സ്ഥലമാണ്. ഒരെണ്ണം ഇവിടെ ആളുകളെ വെയിറ്റ് ചെയ്തിട്ട് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഈ ഭാഗത്ത് ഇപ്പോൾ കയാക്കിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. അസ്തമയ സൂര്യൻ്റെ കീഴിൽ മരച്ചില്ലകളും അരയന്ന ബോട്ടും നിഴൽ പോലെ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്കിതിൽ കയറാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ കൂട്ടിന് ചേട്ടമില്ലാത്ത കാരണമാണ് ഞാൻ ഇതിൽ കയറാതിരുന്നത്. നേരം ഇരുട്ട് വീഴാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.